സമു എന്താന്നറിയാം ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന്. കാരണം ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവനറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി, ആ ഒരു ബഹുമാനം നിങ്ങളുടെ അടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും. നമുക്ക് ഈ എന്താ പറയാ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും. ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സുകൾ നിർവചിക്കുക പലപ്പോഴും അത്ര സാധ്യമല്ല. കണ്ടു കൊതി തീർന്നില്ല എന്ന് വിഭജിക പറയുന്ന കൊച്ചു കുഞ്ഞിനെ കയറിൻ്റെ ഒരറ്റത്ത് തൂക്കിയിട്ട് മറുവശത്ത് ആത്മഹത്യ ചെയ്യുക. തൻ്റെ മാലാഖ കുഞ്ഞിനെ ഇത്തരത്തിൽ കൊന്നെറിയാൻ ഒരമ്മയ്ക്ക് കഴിയുമോ? അവൾ അത്രയേറെ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അതൊരു പക്ഷേ ശരിയുമായിരിക്കാം. എങ്കിലും ഈ മരണത്തിന് പിന്നിൽ അവശേഷിക്കുന്ന ചില സംശയങ്ങളില്ലേ? ഈ കുഞ്ഞിനെയും അമ്മ വിഭജിക്കുകയും ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണോ? ഇത്തരമൊരു സംശയം ഉന്നയിക്കാനുള്ള മുഖ്യ കാരണം വിഭജികയുടെ തന്നെ വാക്കുകളാണ്. വിഭജിക സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കുമൊക്കെ അയച്ച ആ ശബ്ദ സന്ദേശങ്ങൾ തിരയുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും. നല്ല മനോധൈര്യമുണ്ടായിരുന്ന ഒരു യുവതി തന്നെയാണ് വിഭജിക. ഭർത്താവിനെക്കുറിച്ച് വളരെ രൂക്ഷമായ ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചു. പെട്ടെന്നൊരു നിമിഷം അവൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല എന്ന് വ്യക്തം. വിഭജിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പും അതിനു മുൻപുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നു. സംഭവം ആത്മഹത്യയാണ് എന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മകളുടെ ഭർത്താവ് നിതീഷിൻ്റെ കുടുംബത്തിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് വിഭജികയുടെ മരണക്കുറിപ്പിലുള്ളത്. അതിലപ്പുറം വിഭജികയുടെ അമ്മ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മകൾക്ക് നീതി കിട്ടണമെന്നും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും അമ്മ പറയുന്നു. മകളെ ഈ അവസ്ഥയിൽ ആക്കിയവരെ വെറുതെ വിടരുത്, അതിനായി അങ്ങേയറ്റം വരെ പോകണം. 4-5 ലക്ഷം രൂപ ശമ്പളവും വാങ്ങി എൻ്റെ മകളുടെ ശമ്പളവും എടുത്ത് ജീവിച്ച നിതീഷിനൊന്നും തികഞ്ഞില്ല. കമ്പനിയുടെ ഷെയർ അവൻ മറച്ചുവിറ്റു. അതും തികയാതെ വന്നപ്പോൾ ഈ കാശ് എന്തു ചെയ്തുവെന്ന് എൻ്റെ മകൾ അവനോട് ചോദിച്ചു. നിതീഷ് പറഞ്ഞില്ല. ഇത്രയുമായിട്ടും തികഞ്ഞില്ലെങ്കിൽ ഈ കമ്പനിയെ ചതിച്ചാൽ അത് അറിയിക്കുമെന്ന് അവനോട് മകൾ പറഞ്ഞു. നീ കമ്പനിക്ക് പരാതി കൊടുത്താൽ ജോലി പോകും, നിന്നെ വെച്ചേക്കില്ല എന്ന് നിതീഷ് അന്ന് തൻ്റെ മകളോട് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ വിഭജികയുടെ അമ്മ പറയുന്നത്. അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ മകളുടെ ഐഡി എടുത്ത് അവൻ മാറ്റി. 1 മിനിറ്റ് എൻ്റെ മകളുടെ കൂടെ ഇരിക്കാൻ അവൻ്റെ പെങ്ങൾ അനുവദിച്ചില്ല എന്നൊക്കെയാണ് വിഭജികയുടെ അമ്മയുടെ പരാതി. ആ പൊടിക്കുഞ്ഞിൻ്റെ മൃതദേഹമെങ്കിലും തനിക്ക് വിട്ടുതരണം. എൻ്റെ കുഞ്ഞ് പാവമായിരുന്നു. പെറ്റതള്ളയായ താനും ഫേസ്ബുക്ക് വഴിയാണ് മകളുടെ ദുരന്തമത്രയും അറിഞ്ഞത് എന്ന് വിഭജികയുടെ അമ്മ പറയുന്നു. നിതീഷിൻ്റെ പെങ്ങളോട് വിഭജിക യാചിച്ചുവെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മകൾ പച്ചപ്പാവമായിരുന്നു. നിതീഷിനെയും കുടുംബത്തെയും നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ആ പൊടിക്കുഞ്ഞ് കരഞ്ഞ് നിതീഷിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയെങ്ങാനും കൊണ്ടുപോയി ഇടാനാണ് അവൻ പറഞ്ഞിരുന്നത്. ഷാർജ അൽ നഹ്ദയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക മണിയൻ്റെ ആത്മഹത്യാക്കുറിപ്പും അതിലപ്പുറം ഇപ്പോൾ പുറത്തു വരുന്ന ചില സത്യങ്ങളുമൊക്കെ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഒരു നോട്ട്ബുക്കിലെ 6 പേജുകളിൽ തൻ്റെ കൈകൊണ്ടെഴുതിയ ദീർഘമായ കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ കത്ത് അപ്രത്യക്ഷമായി. ഭർത്താവ് നിതീഷ് മോഹൻ കത്ത് ഡിലീറ്റ് ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്നാൽ അതിനു മുൻപ് കത്ത് ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് കത്തിലെ സുപ്രധാന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. നിതീഷിനും അയാളുടെ പിതാവിനുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് വിഭജിക തന്റെ മരണക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറിയെന്നും സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ആ കുടുംബം തന്നെ പീഡിപ്പിച്ചുവെന്നും ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. മരിക്കാനൊരു ആഗ്രഹവുമില്ല. മകളുടെ മുഖം കണ്ട് കൊതി തീർന്നില്ല. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്. തൻ്റെ മരണത്തിൽ നിതീഷ് മോഹൻ, ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് 1-ാം പ്രതികൾ. 2-ാം പ്രതി ഭർത്താവിൻ്റെ പിതാവ് മോഹനൻ. അച്ഛൻ അപമര്യാദയായി തന്നോട് പെരുമാറിയെന്നറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല. അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നെന്നോട് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി നിതീഷും കുടുംബവും ക്രൂരമായി പീഡിപ്പിക്കുന്ന വിഭജികയുടെ കഥയാണ് സമൂഹ മാധ്യമങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. ദുരന്തങ്ങൾക്ക് മുൻപിൽ പകച്ചുപോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എന്നാൽ വിഭജികയുടെ ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും.
നല്ല ബോൾഡായാണ് ആ യുവതി സംസാരിക്കുന്നത്. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആ ശബ്ദരേഖ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല. ഗർഭിണിയായി 7-ാം മാസം തന്നെ ആ വീട്ടിൽ നിന്ന് നിതീഷ് ഇറക്കി വിട്ടുവെന്നാണ് വിഭജിക പറയുന്നത്. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ആ കത്തിൽ പരാമർശം. കഴിഞ്ഞ 1 വർഷമായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും നിതീഷ് തരാറില്ല. എന്നെ അവർക്ക് ഒരു മാനസിക രോഗിയാക്കണം. എൻ്റെ കൂട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കും നിതീഷും അയാളുടെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാം എന്നാണ് കത്തിൽ പറയുന്നത്. തന്നിൽ നിന്ന് അകലാനുള്ള കാരണം നിതീഷിന് മറ്റൊരു യുവതിയുമായുള്ള അടുപ്പമാണ്. മറ്റൊരു യുവതിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ നിതീഷിൻ്റെ ഫോണിൽ നിന്ന് വിഭജിക ശേഖരിച്ചിരുന്നു. നിതീഷ് മദ്യപിച്ചു വന്നപ്പോൾ അയാൾ അറിയാതെ അയാളുടെ ഫോണിൽ നിന്ന് എടുത്തതാണ് എന്നൊരു ബന്ധുവിനോട് വിഭജിക പറയുന്ന ശബ്ദരേഖയും പുറത്തു വന്നു. യുവതിയുമായുള്ള അടുപ്പത്തിന് ശേഷമാണ് തന്നോടും മകളോടുമുള്ള അയാളുടെ മോശം പെരുമാറ്റം. എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവത്തിന് കുറച്ചുനാൾ മുൻപ് തന്നെ വിഭജിക മരണത്തിനുള്ള തീരുമാനമെടുത്തിരുന്നു എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു. ഗുരുവായൂർ സ്വദേശിനിയായ യുവതിയായ തൻ്റെ ബന്ധുവിൻ്റെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഒരു പൊതി വിഭജിക നേരത്തെ ഏൽപ്പിച്ചിരുന്നു. താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പൊതി ബന്ധുവിന് 2 ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആ ബന്ധുവിൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിലാണ് ഈ പൊതി വിഭജിക കൊടുത്തത്. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് ATM കാർഡുകൾ, നാട്ടിലെ ബാങ്ക് ലോക്കറിൻ്റെ താക്കോൽ, 1000 ദിർഹം എന്നിവയൊക്കെ പൊതിയിലുണ്ട്. വിഭജികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി. താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരെ സൂക്ഷിക്കാനാണ് കൈമാറുന്നത് എന്നും സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. ബന്ധുവിൻ്റെ സുഹൃത്തായ സ്ത്രീ വിഭജികയെ ഇടയ്ക്കിടെ ഫോൺ ചെയ്യും. ഇതിനേക്കാൾ ഭേദം നീ വിവാഹമോചനം നേടുന്നതല്ലേ എന്നീ സുഹൃത്ത് വിഭജികയോട് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഒരു 2.5 വയസ്സാകുമ്പോൾ വിവാഹമോചനം നേടുമെന്നാണ് അപ്പോൾ വിഭജിക സുഹൃത്തോട് മറുപടി പറഞ്ഞത്. വിഭജികയുടെ സുഹൃത്ത് ഇക്കാര്യങ്ങളൊക്കെ നിതീഷുമായി ഫോണിൽ സംസാരിച്ചു. എന്നാൽ ഗൗരവമായ പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ ആത്മഹത്യ ചെയ്യും എന്ന് എപ്പോഴും തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് നിതീഷ് ആ സുഹൃത്തിനോട് പറഞ്ഞത്. ഈ ബന്ധം തനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് നിതീഷ് വിഭജികയുടെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയാലെങ്കിലും നിതീഷിൻ്റെ കുടുംബവും തന്നോടും കുഞ്ഞിനോടും കാര്യമായി അടുപ്പം കാണിക്കുമെന്നാണ് താൻ കരുതുന്നത് എന്ന് വിഭജിക സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. വിഭജിക ആത്മഹത്യ എന്ന കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്നാണ് ബന്ധുവായ സ്ത്രീ പറയുന്നത്. ഒരേ കയറിൽ കുഞ്ഞിനെയും വിഭജികയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ നിമിഷങ്ങൾ. വീട്ടുജോലിക്കാരി ഫ്ളാറ്റിലെത്തി വാതിൽക്കൽ മുട്ടുന്നു. നിരന്തരം മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ ഭർത്താവിനെ അവൾ ഫോണിൽ വിളിച്ചു വരുത്തുന്നു. നിതീഷ് എത്തി വാതിൽ പൊളിച്ചകത്ത് കടത്തപ്പോഴാണ് 2 പേരും മരിച്ചതായി കണ്ടെത്തിയത്. ഈ സമയം നിതീഷ് വിഭജികയുടെ ഫോൺ കൈക്കലാക്കിയെന്നാണ് സംശയം. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് ഫേസ്ബുക്കിൽ ആരാണത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തത്? നിതീഷിനും വിഭജികയ്ക്കും അപ്പുറം മറ്റേതെങ്കിലും ശക്തികൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ? വിഭജിക ആരോപിക്കുന്നത് ഏറെ ഗൗരവതരമായ ആരോപണങ്ങളാണ്. നിതീഷിനും അയാളുടെ അച്ഛനുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് വിഭജിക ഉയർത്തുന്നത്. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാം താൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു. വീട്ടുകാര്യങ്ങൾ മുഴുവൻ താൻ നോക്കണം. എൻ്റെ കുഞ്ഞും പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടത്തിയാൽ മതി. 1 വർഷത്തിനിടയിൽ അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ, അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ. പണത്തോട് ഇത്രയധികം ആർത്തിയുള്ള ഒരു മനുഷ്യനെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന വിഭജികയുടെ വാക്കുകൾ അവളുടെ ശബ്ദരേഖയിലൊക്കെ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. എത്ര പണം കിട്ടിയാലും അയാൾക്ക് തികയില്ല എന്നതാണ് വിഭജികയുടെ ആരോപണം. എല്ലാം സഹിക്കുക തന്നെ. ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാറാത്തവൻ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ല. വിഭജികയുടെ ആത്മഹത്യയിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്നത് വ്യക്തമാണ്. നിതീഷും അയാളുടെ കുടുംബവും അതിക്രൂരമായി അവളോട് പെരുമാറി. എന്നാൽ കഴിഞ്ഞ 2 വർഷം ഇത്രയേറെ ക്രൂരതകൾ അനുഭവിച്ച ഒരു രാക്ഷസ കൂട്ടത്തിനിടയിൽ എന്തിനു വിഭജിക കഴിഞ്ഞു? അവൾക്ക് നേരത്തെ തന്നെ വിവാഹമോചനം നേടാമായിരുന്നല്ലോ. ഷാർജയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയാലുള്ള മാനഹാനിയാണോ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? ഭർത്താവ് ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ ചെയ്യുകയാണെങ്കിൽ ഷാർജയിലെ നിയമമനുസരിച്ച് അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊക്കെ അയച്ച ശബ്ദ സന്ദേശത്തിൽ വളരെ ബോൾഡായി സംസാരിക്കുന്ന വിഭജികയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല? മരിക്കുന്ന നിമിഷവും നിതീഷിനെതിരെയും നിതീഷിൻ്റെ കുടുംബത്തിനെതിരെയും അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. വളരെ ബോൾഡായി തന്നെ ആത്മഹത്യയിലേക്ക് വിഭജിക നടന്നു നീങ്ങി എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ തെളിവും.
സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്തിനാണ് അവൾ മരണത്തെ തെരഞ്ഞെടുത്തത്? ഇതൊരിക്കലും നമുക്കത്ര ന്യായീകരിക്കാൻ കഴിയില്ല. എത്രമാത്രം മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടാലും ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുക, ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം. ഈ ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തെത്തിയാൽ മാത്രമേ ഇനിയും ഇത്തരം ആത്മഹത്യകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയൂ. ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നർത്ഥം. സമു, എന്താണെന്നറിയാം ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന്. കാരണം ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി, ആ ഒരു ബഹുമാനം നിങ്ങളടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും. നമുക്ക് ഈ എന്താ പറയാ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്ത് വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം. ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന്. അത് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ. അവരെ വീട്ടുകാരെന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാരെന്താ ചെയ്യണേന്നും എല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം. അവൻ ചുമ്മാ എന്താ പറയാ, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ, അത് തന്നെ എന്നെ പറയാം. എന്ത് പറഞ്ഞാലും എന്നെ പറയാം, അത്ര തന്നെ. നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു, അത്ര തന്നെ. ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, അവരച്ഛൻ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ, ഇപ്പോഴത്തെ ആൺപിള്ളേർ അങ്ങനെയാന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു. എൻ്റെ അമ്മയുടെയും എൻ്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചേക്കുന്നത് അവരെ മുന്നേ ചില പറഞ്ഞു, ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരിയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ഒരു അച്ഛന്റെ സംസാരം. പെങ്ങള് പിന്നെ പറയണ്ടായിരിക്കുമല്ലോ. പിന്നെ അവൻ എന്താ വേണം? ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെയുള്ളത്. കയ്യില് പൂത്ത കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു. കാശായപ്പോൾ പുറങ്കാലം കൊണ്ട് ചവിട്ടി കളയട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ.